ഇവിടെ താങ്ക്സ് ഗിവിംഗ് വീക്കാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ബ്രോക്കൺ ബോ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്ക് പോവാണ്. ഡാലസിൻ്റെ ഒരു 3 hours ഡ്രൈവ് ഉണ്ട്. ഇന്ന് നോക്കി സൂപ്പർ മഴയാണ്. ഇനി അവിടെയും മഴയാണെന്നാണ് കേട്ടത്. ഇനി എന്തായാലും അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. പോണ വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട്. ഒരൊറ്റ കാറുകളും ഇല്ല, ആകെ 1-2 കാറുകൾ മാത്രമാണ്. ബ്രോക്കൺ ബോയിൽ ഞങ്ങൾ താമസിക്കുന്ന ക്യാബിൻ ഭയങ്കര ക്യൂട്ടാട്ടോ. ഞാൻ ഉള്ളിലൊക്കെ കാണിച്ചു തരാം. ഇന്നലെ ഞങ്ങൾ രാത്രിയായി വന്നപ്പോൾ, അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്ത് സൂപ്പർ പ്ലേസ് അറിയോ. ബാക്ക് യാർഡും അതെ നല്ലതാ. അപ്പോൾ ബാക്ക് യാർഡ് ഫെൻസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റോക്സീനെയും കുഞ്ചുവിനെയൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടാം. ഈ ഉള്ളിൽ കാണിച്ചു തരാം. ക്യാബിൻ്റെ പേര് പറയാൻ പറഞ്ഞു, പോയിന്റ് ഓഫ് വ്യൂ. ഇതാണ് ലിവിങ് റൂം. നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ഒരു രാത്രി കൊണ്ട് അത് കൊളാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ക്ലീൻ ചെയ്യും പോണേക്കാൻ മുമ്പ്. പിന്നെ ബാക്കിയുള്ള ഓരോരോ ഭാഗങ്ങളായിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് കിച്ചൺ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി കുറേ സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നു, എന്നിട്ടൊക്കെ കഴിച്ചു. അതിൻ്റെ കോലാണ് ഈ കാണുന്നത്. ഇനി പോണേക്കാൻ മുമ്പ് ഇതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം അവർക്ക്. ഒരു ബെഡ്റൂം ഞാനിപ്പോൾ തുറക്കണില്ല, എല്ലാവരും അവിടെ കിടക്കുകയാണ്. ഇത് സെക്കൻഡ് ബെഡ്റൂം. ഒക്കെ മെസ്സായി കിടക്കുകയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പക്ഷെ നല്ല ഒരു ക്യൂട്ട് ബെഡ്റൂം. പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെ ഉണ്ട്. ഇതാണ് ബാക്ക് യാർഡിലേക്ക് പോണ വഴി. അപ്പം നമുക്കിതപ്പോൾ തുറന്ന് ബാക്ക് യാർഡിലേക്ക് പോവാം. സൂപ്പർ സ്ഥലം കേട്ടോ. ഇതാ ഇവിടെ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഫെൻസ്ഡ് ആയതുകൊണ്ട് റോക്സിക്കും കുഞ്ചുവിനും ഇങ്ങനെ ഓട്ടിക്കിടന്ന് കളിക്കാൻ ഇവിടെ. ആണ് ജക്കൂസി. അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന് പൊളഞ്ഞതിൻ്റെ വീഡിയോ ദപ്പിടാം. അല്ല ഇതൊക്കെ യൂട്യൂബിൽ വരുത്താ. അയ്യോ എൻ്റെ അമ്മേ, പൊട്ടയതുകൊണ്ടാ, അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു ഇവിടെ. ഇന്നും തണുപ്പുള്ള ഡേ ആണ്. ഇന്നലെ ഫുൾ മഴയായിരുന്നു. ഇവിടെ ഇതാ മേധുവിന് കളിക്കാനുള്ള സാധനങ്ങളുണ്ട്, ഇവിടെ ഇതാ ബാർബിക്യൂ ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. നല്ലൊരു രസമുള്ള സ്ഥലം. പിന്നെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. ഇനി ഞാൻ അപ്സ്റ്റേഴ്സും കൂടി കാണിച്ചു തരാം. ഇതാണ് അപ്സ്റ്റേഴ്സ്. അപ്പോൾ ഇവിടെ 2 പേർക്ക് കിടക്കാം. പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി ഇത് കുറേ കളിച്ചു. ഇവിടെ ഒരാൾക്ക് കിടക്കാം. പിന്നെ വേറെ ഒരു ബെഡുണ്ട്. അപ്പോൾ ടോട്ടൽ 8 പേർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ക്യാബിനാണിത്. നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. പിന്നെ കുറേ നേരം ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് TV കണ്ടു. പിന്നെ ഒരു ബാൽക്കണി ഇവിടെ ഉണ്ട്. ഇതാണ് ചെറിയ ബാൽക്കണി. കുഞ്ചു റോക്സി ബാക്കിൽ കിടന്ന് കളിക്കുകയാണ്. കുഞ്ചു ഇവിടെ മുകളില് എവിടെ? റോക്സി ഇവിടെ കുഞ്ചു മുകളിൽ നോക്ക്. കുഞ്ചു എൻ്റെ ശബ്ദം കേട്ടിട്ട് എവിടെയാണെന്ന് അറിയാണ്ട് ഇതെപ്പോഴാണ് എന്നെ കണ്ടത് മുകളിൽ നിൽക്കണത്. അപ്പം അതങ്ങോട്ട് വരാൻ നോക്കുകയാണ്. കുഞ്ചു റോക്സി ഹാപ്പിയായി. അവർക്ക് ഓടിക്കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ബ്രോക്കൺ ബോ ലേക്ക് കാണാൻ പോവാണ്. അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. മെറീന. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഒരു ബോട്ടിങ്ങിനൊക്കെ പോവും. കുറേ ടൈപ്പ് ബോട്ടുകൾ കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്.
ഇതിൽ ഏത് ബോട്ടിലാണ് ഞങ്ങൾ പോകണമെന്ന് അറിയില്ല. അത് ടിക്കറ്റ് എടുക്കാൻ ഉള്ളിലേക്ക് ആൾക്കാർ പോയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ആർക്കെങ്കിലും ബോട്ട് ടൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ ഞാൻ പറയാം. 2 hours-ന് $400 നമുക്ക് ഡോഗ്സും അലൗഡാണ്. ടോട്ടൽ 10 പേർക്ക് ഒരു ബോട്ടിൽ കയറാൻ പറ്റും. നമ്മൾ ഈ വൈറ്റ് ആൻഡ് റെഡ് ബോട്ടിലാണ് കേട്ടോ പോകാൻ പോണേ. കുഞ്ചുവിൻ്റെയും റോക്സിൻ്റെയും ഫസ്റ്റ് ബോട്ട് ട്രിപ്പാണ്. അപ്പോൾ കുഞ്ചുവിനെ ഇപ്പോൾ കാറിൽ നിന്ന് ഇറക്കി, ഇനിയിപ്പോൾ റോക്സിനെ കാറിൽ ഇറക്കി രണ്ടുപേരെയും ഒന്ന് കൊണ്ടുപോകണം ബോട്ടിലേക്ക്. കുഞ്ചു എന്ത് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. മറ്റേ ബോട്ടും വെള്ളവും എല്ലാം കൂടി കണ്ട് ആകെ അവിടെ ബഹളമാണ്. കുഞ്ചുവിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. കുഞ്ചു റോക്സീനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ ഇതാ റോക്സിയും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. റോക്സിയെ കണ്ടിട്ട് കുഞ്ചു ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ് ഇവിടെ. കുഞ്ചുവിനെ ഇതാ ബോട്ടിൽ കയറ്റുന്നു. അപ്പോൾ ഇതാ റോക്സിയും വരുന്നു ബോട്ടിൽ കയറാൻ. മേതുവിൻ്റെയും ഫസ്റ്റ് ബോട്ട് ട്രിപ്പാണ്. അപ്പോൾ മേതുവും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളുടെ ഫസ്റ്റ് ഡ്രൈവർ. അപ്പം ഞങ്ങൾ ടേൺ എടുത്തിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കാൻ പോവാണ്. കുഞ്ചു ഇവിടെ സീറ്റിൻ്റെ മുകളിൽ കയറി നിന്ന് സർക്കസ് കാണിക്കുക. റോക്സി കുഴപ്പമില്ല, റോക്സി നല്ല കാമായിട്ടിരിക്കുന്നുണ്ട്. ബോട്ട് പറപ്പിച്ചു തുടങ്ങി. ആരുഷ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ സെക്കൻഡ് ഡ്രൈവർ. അങ്ങനെ തേർഡ് ഡ്രൈവർ വന്നു, ഒരു കുട്ടി ഡ്രൈവർ. ഡ്രൈവർ കളത്തിലിറങ്ങി. Medhu, you like the boat ride, Medhu? Medhu, Medhu, Medhu smiling. I know Medhu smiling. Medhu smiling. Oh, Medhu chachina. Medhu chachina. അങ്ങനെ ട്രിപ്പൊക്കെ അവസാനിച്ചു. ഞങ്ങളെല്ലാം ലോഡ് ചെയ്ത് ക്യാബിനോട് ബൈ പറഞ്ഞിട്ട് പോവാണ്. നല്ല മെമ്മറീസ് ആയിരുന്നു. പോവാൻ തന്നെ തോന്നുന്നില്ല. ഒരു 2 ദിവസം കൂടി താമസിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും 2 nights അടിച്ചു പൊളിച്ചു. അപ്പോൾ ഫോട്ടോ സെഷനായിരുന്നു അവസാനം.